ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ. അപ്പോൾ നെത്തോലി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോട് ഇവിടെ എന്ത് പറയുമെന്നോ. നെത്തോലി വറുക്കാൻ പോവുകയാണ് കേട്ടോ. നെത്തോലിക്കകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് വറുക്കാൻ പോവുകയാണ്. പിന്നെ അടുത്ത അടുപ്പിലായിട്ട് നമ്മുടെ തക്കാളി ഇട്ടാണ് വയ്ക്കാൻ പോണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിന് അരപ്പ് തയ്യാറാക്കുകയാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ഇട്ട് അരപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ. തക്കാളി പുളിശ്ശേരി ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരുപാട് ടൈപ്പ് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഞാൻ തക്കാളി വെച്ചിട്ടാണ്. അതേ തക്കാളി കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിലോട്ടിട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്കിട്ട് നമ്മൾ അരപ്പില്ലേ, തേങ്ങയൊക്കെ അരച്ച് ചേർത്ത ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പുറത്ത് കേട്ടോ, പുറത്തുപോയി ഗൈസ്. എന്നിട്ട് നന്നായിട്ട് കലക്കി ഉപ്പ് ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ അടുത്തതായിട്ട് മീൻ പീര പറ്റിക്കുകയാണ്. ഈ നെത്തോലി വെച്ചിട്ട് തന്നെ മീൻ പീര പറ്റിക്കുകയാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ അരപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ പറ്റിച്ച കറിയും പുളിശ്ശേരി, പിന്നെ മീൻ വറുത്തത്. ഈ ചോറ് നല്ല ചൂട് ചോറാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ചോറ്. നമ്മളെ പീര പറ്റിച്ചത്, പിന്നെ പുളിശ്ശേരി, മീൻ വറുത്തത്. നമ്മളന്ന് രാവിലെ മീൻ വറുത്തില്ലേ, ആ മീൻ വറുത്തത്, പിന്നെ പുളിശ്ശേരി. ഇത്രയാണ് ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത്. പുളിശ്ശേരി, തക്കാളി പുളിശ്ശേരി, തക്കാളി ഇട്ട് വെച്ച പുളിശ്ശേരി. ഇത്രയാണ് മീൻ വറുത്തത്.